കർത്താവിലും അവന്റെ മഹാശക്തിയിലും ശക്തിപ്പെടുവിൻ. എഫെസ്യർ 6:10. എല്ലാ വിശ്വാസികൾക്കും അവരിൽ തന്നെയല്ല, ദൈവത്തിൽ ശക്തി കണ്ടെത്താനുള്ള ശക്തമായ ആഹ്വാനമാണ്. ജീവിതം ആത്മീയവും വൈകാരികവും ശാരീരികവുമായ നിരവധി യുദ്ധങ്ങൾ കൊണ്ടുവരുന്നു. നമുക്ക് അവയെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ലെന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മാനുഷിക ശക്തി പരിമിതമാണ്, പക്ഷേ ദൈവത്തിന്റെ ശക്തി അനന്തമാണ്. കർത്താവിൽ ശക്തരാകുക എന്നതിനർത്ഥം അവന്റെ സാന്നിധ്യത്തിൽ ആശ്രയിക്കുക, അവന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക, അവന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് നടക്കുക എന്നതാണ്. നമ്മുടെ ബലഹീനത നാം അവൻ സമർപ്പിക്കുമ്പോൾ അവന്റെ ശക്തി നമ്മുടേതായിത്തീരുന്നു. പൗലോസ് പറയുന്ന ഈ മഹത്തായ ശക്തി യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ച അതേ ശക്തിയാണ്. പരിശുദ്ധാത്മാവിലൂടെ ഓരോ വിശ്വാസിക്കും ആ ശക്തി ലഭ്യമാണ്. ഈ ശക്തി ശാരീരികമായി ശക്തരാകുന്നതിനെക്കുറിച്ചോ വൈകാരികമായി കഠിനരാകുന്നതിനെക്കുറിച്ചോ അല്ല, മറിച്ച് ആത്മീയമായി അടിത്തറപ്പാകുന്നതിനെക്കുറിച്ചാണ്. എഫെസ്യർ 6 ദൈവത്തിന്റെ സമ്പൂർണ്ണ ആയുധം, സത്യം, നീതി, വിശ്വാസം, രക്ഷ, ദൈവവചനം, പ്രാർത്ഥന എന്നിവ ധരിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പൗലോസ് തുടരുന്നു. പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരെ ഉറച്ചുനിൽക്കാൻ ദൈവം നൽകുന്ന ഉപകരണങ്ങളാണിവ. നിങ്ങൾ ക്ഷീണിതനോ ഭാരമുള്ളവനോ ഭയമുള്ളവനോ ആയിരിക്കുമ്പോൾ ഓർക്കുക, ദൈവം നിങ്ങളുടെ സങ്കേതവും ശക്തിയുമാണ്. പ്രാർത്ഥന, ആരാധന, തിരുവെഴുത്ത് എന്നിവയിലൂടെ അവനിൽ ആശ്രയിക്കുക. ഒറ്റയ്ക്ക് പോരാടാൻ ശ്രമിക്കരുത്. അവന്റെ ശക്തി നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ, എല്ലാ പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിലും. ബലഹീനതയുടെ നിമിഷങ്ങളിലും ദൈവം തന്റെ ശക്തി നൽകുന്നു. അതിനാൽ നിങ്ങളുടെ കഴിവിലല്ല, മറിച്ച് അവന്റെ അചഞ്ചലമായ ശക്തിയിൽ ഉറച്ചു നിൽക്കുക. വിജയം ശക്തിയാലല്ല, മറിച്ച് അവന്റെ ആത്മാവിനാൽ മാത്രമാണ്.